ആ ഭാസ്കരേട്ടാ. എന്താ മണി, കാശെത്തിയില്ലല്ലോ? ഭാസ്കരേട്ടാ, നീ ഒന്നും പറയണ്ട. അറിയാലോ. എടാ, നിന്റെ ഭാര്യ ഹോസ്പിറ്റലായപ്പോ തന്ന പൈസ ഇല്ലത്? ഇല്ല, ഞാൻ തരാം. ഞാൻ പെട്ടെന്ന് തരാം. ഞാൻ പണിക്ക് കേറിയിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. ഇല്ല, ഞാൻ ശരിയാക്കാം. ഇത് നീ കുറെ ആയാലും പറയാൻ തുടങ്ങി. ഞാൻ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഭാര്യ മരിച്ചപ്പോ ശവടക്കിനും നീ പൈസ വാങ്ങിച്ചു? ഇല്ല ഭാസ്കരേട്ടാ, ഞാൻ എത്രയും പെട്ടെന്ന് തരാം. ഇനി വൈകിക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ. അത്രയും പെട്ടെന്ന് വേണേ. ആ ശരി. ആ ഓക്കെ. ഉണ്ണേട്ടെന്നുള്ളതില്ല, എനിക്ക് വാടക കെട്ടണം. എവിടെ വാടക? ഉണ്ണേട്ടാ, അറിയാലോ, പെണ്ണുങ്ങൾ മരിച്ചതിന് ശേഷം ഞാൻ പണിക്ക് ഇറങ്ങിയിട്ടില്ല, ആകെ പ്രയാസത്തില. അതൊന്നും എനിക്ക് കേൾക്കണ്ട. 6 മാസമായി വാടക എന്നിട്ട്. 6 മാസം ആരോടും ഇങ്ങനെയൊക്കെ നിർത്തിത്തരാ? അച്ഛന്റെ അസുഖം കാര്യം കുറെ നല്ല ബുദ്ധിമുട്ടില്ല, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ പൈസ വേണം. ഞാൻ ഒന്ന് പൈസ കൊണ്ടേ പോവുള്ളൂ. അങ്ങനെ പ്രയാസത്തില്ല. ഉള്ളവരിക്കടം എന്നാലേ മറ്റടുത്ത് ആകെ ഈ പൈസ ഉള്ളൂ. മര്യാദക്ക് പൈസ കൊണ്ടുപോകാൻ തന്നെ. ചൂട് സൈക്കിളിട്ടോ. ഭയങ്കര ചൂടാ. എല്ലാ പെണ്ണുങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ട് പണിക്കിറങ്ങല്ലോ പണി. കുഞ്ഞുമണിയൊക്കെ ഞാൻ എത്ര ദിവസമായി പണിക്ക് പോയിട്ട്. എന്നാണിപ്പം അയാൾ വിളിച്ച് തരാൻ പറഞ്ഞത്. കൊറേ പ്രശ്നം. എനിക്ക് എന്ന് പണി വേണം. നിങ്ങൾ എവിടെ ഒരു പണി ഉണ്ട് പറയാൻ കേട്ടോ. കൊറേ കട ഉണ്ടാവൂലേ? കണ്ടമാനം പൈസ കട ഉണ്ട്. എന്ത് പണിയാലും മനസ്സില കേട്ടോ. വിളിക്കോണ്ടേ. ആയിക്കോട്ടെ. വലിയ പ്രയാസത്തിലാണ്. നമ്മക്ക് കിട്ടിയ ഒന്നിച്ചെടുക്കാം. ആയിക്കോട്ടെ. നല്ല എന്താ പച്ചന്റെ അർത്ഥാണ് ഇപ്പം? അച്ഛന്റെ കഥ ഒന്നും പറയാതിരിക്കണം. പെണ്ണുങ്ങൾ ആശുപത്രിയിലായ സമയത്ത് അച്ഛനെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനാണെങ്കിൽ ഒരു മിനിറ്റ് നിൽക്കാതെ ചുമക്കാണ്. ലാസ്റ്റ് പെണ്ണുങ്ങൾ മരിച്ചതിന് ശേഷം എനിക്ക് തീരെ കണ്ട് സങ്കടം വന്നപ്പോ ഞാൻ അന്ന് കുറച്ച് പൈസ തിരിമുറി ചെയ്തും കണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല, ലങ് ക്യാൻസർ ആണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, പക്ഷെ രക്ഷയൊന്നുമില്ല എന്നാ പറഞ്ഞത്. എന്നാലും നമ്മളൊരു മനസാക്ഷിക്ക് നമ്മളത് ചെയ്ത് നോക്കണ്ടേ. നല്ല സംഖ്യ വരൂലേ? നല്ല പൈസ വരും. അച്ഛനല്ലേ, എന്താ ഒരു ഐഡിയ ഇല്ല. കണ്ടമാനം പൈസ കടണ്ടിരിക്കും. ഒരു മിനിറ്റ് വീട്ടിലാരും നിൽക്കാനായിക്കില്ല. അതിനൊക്കെ എന്തെങ്കിലും വഴി ദൈവം തരും. അറിയില്ല, ഇങ്ങനൊരു ജീവിതം ആർക്കും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞ ദൈവത്തിനോട്. അല്ലാതെ കുറച്ച് അഡ്വാൻസ് പൈസ വെച്ചാൽ തരാവല്ലേ? പ്രതീക്ഷയൊന്നുമില്ല, ചോദിച്ചു നോക്കാൻ തന്നെ ഉള്ളു ഇപ്പൊ. ഒരുപാട് പൈസ ഉണ്ട്. ഇത് നമുക്ക് ആരെന്ന് നോക്കിയിട്ട് കൊണ്ടു കൊടുത്താലോ? ഇതൊരു കാര്യം ചെയ്യും മണി, ഇതെന്റെ കയ്യിൽ വെക്ക്. കയ്യിൽ വെക്കാനോ? ആ, അച്ഛന്റെ ഓപ്പറേഷൻ നടക്കട്ടെ, ബാക്കി പൈസ എന്റെ കടം വിട്ടട്ടെ. ആരോ പാവപ്പെട്ട പൈസ നമുക്ക് കൊണ്ടെടുക്കുന്നു. ഇതെന്റെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ട് പടച്ച റബ്ബ് തന്നതാ. അറിയ എനിക്ക് ഇത് പറ്റും, ഞാൻ മാത്രമേ അറിയുള്ളൂ, വേറൊരു മനസ്സറിയില്ല. ശരിയാവും. അവിടെ വെക്ക്. അതിലിട്ട് അതിനെന്തൊരു മാർഗം ഉണ്ടാവും. ഇതാണ് കയ്യിലേക്ക് പോര്. കൂടുതലുണ്ടോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. വെള്ളം കുടിക്ക് വെള്ളം.
കുടിക്കട്ടോ എനിക്കത് മരിച്ചാ മതിയായിരുന്നു. ശരിയാണ്. അച്ഛൻ റെഡിയാവും, നമുക്ക് ഡോക്ടർക്ക് പോകാം കേട്ടോ. അച്ഛൻ റെഡിയാവും, നമുക്ക് ഡോക്ടർക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പ്രാങ്ക് ആക്കാൻ പോകുന്ന ആ ചേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇന്നത്തെ പ്രാങ്ക് പരിപാടി അടിച്ചു പൊളിക്കും. ഓക്കെ, അപ്പൊ നിങ്ങള് വേറെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും. ഓക്കെ അല്ലേ? പൊളിക്കുന്നു. പോട്ടെ. ഓക്കെ, ശബ്ദം ഉണ്ടാക്കല്ലേ. അപ്പൊ നമ്മള് ഡോറ് തുറക്കാൻ പോവാണ്. ചേട്ടനകത്തുണ്ട് തോന്നുന്നുണ്ട്. പൊളിക്കുന്നത്തെ പ്രാങ്ക്. ഓക്കെ, എന്താണ് സംഭവിക്കാന്നില്ല നമുക്ക് നോക്കാം. മണിച്ചേട്ടനല്ലേ? ഞങ്ങളിന്ന് പച്ചമാങ്ങ പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ വരികയാണ്. ഓക്കെ, ഒരു പ്രാങ്കിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചേട്ടന് വയലിൽ വെച്ച് കുറച്ച് ക്യാഷ് കിട്ടിയില്ലേ? ക്യാഷോ? എനിക്ക് എന്താ നിങ്ങൾ പറയണത് മനസ്സിലായി. ചുമ്മാ പറയണ്ട. ഒരു കവർ നിറച്ച് ക്യാഷ് ഇല്ലേ? എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. മനസ്സിലായില്ല. അങ്ങനെ പറയരുത്. ചേട്ടന് ജോലി കഴിഞ്ഞു വരുമ്പോ ഒരു കവർ നിറച്ച് പൈസ കിട്ടിയില്ലേ? നിങ്ങളെ കൂടെ ഒരു പ്രായമുള്ള ആളുണ്ട്. മൊത്തത്തില് റെക്കോർഡാണ്. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നതാണ്. എന്തായാലും ചേട്ടനിൽ വിജയിച്ചിട്ടുണ്ട്, അത് സത്യ. എന്താടാ? അതെ ചേട്ടാ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കാനുള്ള പരിപാടിയാണ് വന്നത്. അത് മൊത്തം കള്ളനോട്ടാണ് ചേട്ടാ. ഞങ്ങൾ ഒരു പ്രാങ്കിന് വേണ്ടി വെച്ചാണ്. ചേട്ടൻ ആ പൈസ എടുക്ക്. ചേട്ടൻ എന്തായാലും വിജയിച്ച് നല്ലൊരു സമ്മാനവും നേടിയിട്ടുണ്ട്. എന്താ സന്തോഷല്ലേ? ഇതല്ലേ കവർ? അതന്നെ, സന്തോഷം സന്തോഷം. അപ്പൊ മണിച്ചേട്ടാ, ഞങ്ങളെ പ്രാങ്ക് പരിപാടിയില് മണിച്ചേട്ടൻ വിന്നറായി. ഓക്കെ, അപ്പൊ ഞങ്ങളെ പച്ചമാങ്ങ എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു മനോഹരമായ ഗിഫ്റ്റ് മണിച്ചേട്ടൻ ഞങ്ങൾ തരാണ്. സന്തോഷല്ലേ? കണ്ടോ, നല്ല അടിപൊളി ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഓക്കെ, ഇത് ഐശ്വര്യമായിട്ട് വാങ്ങിക്കോളൂ. ഒന്ന് ചിരിക്കും മനുഷ്യ. ഹാപ്പി ആയില്ലേ? എന്താ മണി, കാശെത്തിയില്ലല്ലോ? ഭാസ്കരേട്ടാ, ഞാന് നീ ഒന്നും പറയണ്ട. അച്ഛന്റെ അസുഖം കാര്യം കുറെ നല്ല ബുദ്ധിമുട്ടില്ല, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. എനിക്കെന്റെ പൈസ വേണം. ഞാൻ ഒന്ന് പൈസ കൊണ്ടേ പോവുള്ളൂ. ഈ പൈസ ഉള്ളൂ.